ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു. ഇസ്കോൺ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥനായജ്ഞം നടത്തുകയാണ്. ഇന്നലെ ശ്യാംദാസ് പ്രഭു എന്ന യുവ സന്യാസിയെ കൂടി ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ അറസ്റ്റിലായിരുന്ന ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ ജയിലിൽ സന്ദർശിക്കുമ്പോഴായിരുന്നു ഈ നാടകീയമായ അറസ്റ്റ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹൈന്ദവർക്കെതിരായ അതിക്രമങ്ങളും ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും എല്ലാം വർദ്ധിക്കുന്നു. അതുകൂടാതെ ഒരു യുവ സന്യാസിയെ കൂടി വീണ്ടും അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റിലായിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുവ സന്യാസിയായിട്ടുള്ള ശ്യാംദാസ് പ്രഭു എന്ന സന്യാസിയെ വര്യനെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റ് ചെയ്ത സ്വാമിജിയെ ജയിലിൽ സന്ദർശിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. ബംഗ്ലാദേശിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഇപ്പോൾ നിലവിൽ ഇസ്കോന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 150-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ വിരുദ്ധ വേട്ട, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനുള്ള പ്രാർത്ഥന എന്ന നിലയിലാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും മറ്റും സംഘടിപ്പിക്കുന്നതെന്നാണ് ഇസ്കോൺ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലും മറ്റും പുരോഗമിക്കുകയാണ്. അതേസമയം രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് ഭാരതത്തിലാണ് ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഭാരതത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനോടകം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് RSS അടക്കം ഇന്നലെ കടുത്ത നിലപാടുമായി രംഗത്തെത്തി. അവിടെ ക്രിസ്തീയ സമൂഹം, അതേപോലെ തന്നെ ഹിന്ദു സമൂഹം അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം അത് ഉറപ്പാക്കണമെന്നതാണ് RSS വ്യക്തമാക്കിയത്. മാത്രമല്ല, ഭാരത സർക്കാരിന് ആകുന്ന രീതിയിൽ സാധ്യമാകുന്നതൊക്കെ അവിടെ ചെയ്യണമെന്നുള്ള നിലപാടും ഇന്നലെ RSS വ്യക്തമാക്കിയിരുന്നു. RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹസബുള ഇന്നലെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതേസമയം തന്നെ അവിടെ താൽക്കാലിക സർക്കാരും അവിടെ ഈ ഹൈന്ദവ വേട്ടയ്ക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് അനുകൂലമായി നിന്നുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും ഇതിനോടകം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും അതേ അക്രമങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്കോന്റെ ഒരു ക്ഷേത്രമടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്നത്. അവിടെ ഒരു സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതി എന്ന നിലയിൽ അവിടെ ന്യൂനപക്ഷ വേട്ട കാര്യമായി തന്നെ നടക്കുന്നു. ഇതിൽ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയതും ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ കോടതി അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്കോണിനെ നിരോധിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു. അതേസമയം തന്നെ ഇസ്കോണിന് നിലവിൽ ഇതിനോടകം തന്നെ സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്കോണിന്റെ മുഴുവൻ അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, മുഴുവൻ ഇസ്കോണിന്റെ പ്രവർത്തകരുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതേസമയം ഇന്നലെ ഈ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന സ്വാമി, അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, അദ്ദേഹത്തിന് ചിന്മയദാസിന് ഭക്ഷണം നൽകുവാൻ വേണ്ടി ജയിലിലെത്തിയ ശ്യാംദാസ് പ്രഭു എന്ന യുവ സന്യാസിയെയും അദ്ദേഹം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന വഴി അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചിന്മയി കൃഷ്ണദാസ് പ്രഭുവിന്റെ സെക്രട്ടറിയെ കാണാനില്ല എന്നുള്ള അത്തരം ചില വാർത്തകളും ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. തീവ്ര ഇസ്ലാമിക നിലപാട്, അതായത് ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള പ്രവർത്തനം, മറ്റ് ഇതര മതവിഭാഗങ്ങളെ പൂർണ്ണമായും അവിടെ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ താലിബാനിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായും ശരീഅത്ത് നിയമം നടപ്പാക്കുവാനുള്ള ഒരു രാജ്യമായി കൊണ്ടുവരുവാൻ വേണ്ടി അവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ താൽക്കാലിക സർക്കാരും പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹൈന്ദവ സമൂഹത്തിനും അതേപോലെ തന്നെ അവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിനും നേരെ വ്യാപകമായി അക്രമങ്ങൾ നടക്കുന്നത്. ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. 3-ാം തീയതി ഐസ് ഓൺ ബംഗ്ലാദേശ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ബ്രാൻഡിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടത്തുവാൻ വേണ്ടി ഈ ഇത്തരം ചില സംഘടനകളും മറ്റും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ തന്നെ ഭാരതത്തിൽ എപ്പോഴും നമുക്കറിയാം, ഹൈന്ദവ സമൂഹം, ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം വെല്ലുവിളികൾ നേരിടുമ്പോൾ കൃത്യമായി ഇടപെടൽ നടത്തുന്ന രാജ്യം അത് ഭാരതം മാത്രമാണ്. ഭാരതം ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ വലിയ അക്രമങ്ങളായിരുന്നു അവിടെ ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്നത്.
ക്ഷേത്രങ്ങൾ തകർക്കുകയും അതേപോലെ തന്നെ കാളി പൂജ അടക്കമുള്ള ആഘോഷങ്ങൾ അവിടെ അത് നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു താൽക്കാലികമായ ഒരു അറുതി വരുത്തുവാൻ അത് ഭാരത സർക്കാരിന്റെ രഹസ്യമായ ഇടപെടൽ കൊണ്ടാണ് സാധ്യമായത്. ആ രീതിയിലുള്ള ഇടപെടലുകൾ ഭാരതം നടത്തിവരുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും ബംഗ്ലാദേശിൽ തുടരുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ആണ് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അവിടെ വീണ്ടും ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഇസ്കോണിൻ്റെ മറ്റൊരു സന്യാസിയെ കൂടി ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആഗോള തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.